24 അതിരപ്പള്ളി പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിന് നേരെ വനം വകുപ്പിന്റെ പ്രതികാര നടപടി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ റൂബിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു പോലീസിന്റെ നടപടി. ഇന്നലെ കാട്ടുപന്നിയെ വാഹനം ഇടിച്ചതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിരുന്നു. ഇതിൽ വനമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി. റൂബിൻ ലാലിനെതിരെ വനംവകുപ്പും കേസെടുത്തിട്ടുണ്ട്. എസ് ശ്രീകാന്ത് നൽകും തൃശ്ശൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. ശ്രീകാന്ത്, ഇപ്പോൾ കേസ് മൊത്തത്തിൽ തിരിഞ്ഞു. ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന ഒരാൾക്കെതിരെയായ മർദ്ദനം, അത് വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും അതിൽ മന്ത്രി ഇടപെടുന്നു, ഒരു അന്വേഷണം ഉണ്ടാകുന്നു, മന്ത്രി പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ളൊരു വ്യാജ പരാതി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും റൂബിനെതിരെ ഉണ്ടാവുന്നത്. അതിൽ പോലീസിന്റെ വളരെ പെട്ടെന്നുള്ള ആക്ഷൻ ഉണ്ടാവുന്നു. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രജിൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇതുപോലൊരു പോലീസ് സ്റ്റേഷൻ ആ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. ഇവിടുത്തെ CI ഇത് ഭരിക്കുന്നത് ആൻഡ്രിക് ആണ്. ഇവിടുത്തെ CIയുടെ പേര് ആൻഡ്രിക് എന്നാണ്. ആൻഡ്രിക്കിന്റെ നിയമങ്ങളാണ് ഇവിടെ നടപ്പിലാകുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളോ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയോ അത്തരത്തിൽ യാതൊന്നും നടപ്പിലാകാത്ത, നിലനിൽക്കാത്ത സ്ഥലമാണ് ഈ തൃശൂർ റൂറലിൽ വരുന്ന ആൻഡ്രിക്കിന്റെ SHO CI കൂടിയായ ആൻഡ്രിക്കിന്റെ ചുമതലയിൽ വരുന്ന, ആൻഡ്രിക്കിന്റെ കൈക്കുള്ളിൽ വരുന്ന ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. കാരണം ഇനി ഇതിന്റെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഇന്നലെ രാത്രി ഈ റൂബിൻ ലാലിന്റെ അമ്മ വയ്യാതെ കിടക്കുന്ന സ്ത്രീയാണ്. റൂബിൻ ലാലിന്റെ അമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് റൂബിൻ ലാലിനെ ആരും അറിയാതെ വീട്ടിൽ കയറി ആൻഡ്രിക്കിന്റെ നേതൃത്വത്തിൽ പിടിച്ചുകൊണ്ടു പോവുകയാണ് ഉണ്ടായത്. ഇയാളുടെ ചെരുപ്പെടുക്കാൻ അനുവദിച്ചില്ല, ഇയാളുടെ വസ്ത്രം എടുക്കാൻ അനുവദിച്ചില്ല, ഇയാൾക്ക് വീട്ടിലൊന്ന് പറയാൻ പോലും സമ്മതിച്ചില്ല. ഒരു സാധാരണ പൗരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും അവരുടെ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുൻപാകെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പോലും അവർക്ക് കൃത്യമായ വിവരം നൽകണം എന്നുള്ളതാണ് ചട്ടം. ആ ചട്ടം പോലും, അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള ചട്ടം പോലും ഈ ആൻഡ്രിക്ക് ലംഘിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വീട്ടുകാർ അറിയുന്നില്ല ആൻഡ്രിക്ക് ഇത്തരത്തിൽ ഈ റൂബിൻ ലാലിനെ കസ്റ്റഡിയിലെടുത്ത കാര്യം. CI ആൻഡ്രിക്ക് നേരെ റൂബിൻ ലാലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഈ റൂബിൻ ലാൽ ഉണ്ട് എന്നുള്ള കാര്യം വീട്ടുകാർക്കും അറിയില്ല, കാണാനില്ല ആൻഡ്രിക്കിന്, ഈ റൂബിൻ ലാലിനെ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴാണ് ഇവിടെ റൂബിൻ ലാൽ ഉള്ള വിവരം അറിയുന്നത്. അത്രയും സമയം ഒരു രേഖകളുമില്ലാതെ, ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പാസ് ചെയ്യാതെ CI ആൻഡ്രിക്ക് അടിയന്തരാവസ്ഥ കാലത്തെ നിയമങ്ങളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ റൂബിൻ ലാൽ എന്ന മാധ്യമ പ്രവർത്തകനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇതുപോലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, നഗ്നമായ നിയമലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പക്ഷേ കേരള പോലീസിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. നേരത്തെ പാലക്കാട് SI റെനീഷ് എന്ന വ്യക്തി സമാനമായ രീതിയിൽ ഒരു അഭിഭാഷകനോട് മോശമായി സംസാരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഘട്ടത്തിൽ പോലീസിന് വേണ്ടി DGP കയറി പറഞ്ഞ കാര്യം പോലീസിന്റെ മൊറലിനെ ബാധിക്കും ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയുടെ ഭാഗത്തൊന്നും പരാമർശങ്ങൾ വന്നാൽ എന്നുള്ളതാണ്. അന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കെല്ലാം നിങ്ങളുടെ മൊറലിനെ ബാധിക്കും എന്നാണ് നിങ്ങൾക്ക് മറുപടിയെങ്കിൽ ആ മൊറയിലങ്ങ് പോകട്ടെ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായത്. ഇനി ഈ വിവരത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മുടെ പ്രാദേശിക ലേഖകൻ റൂബിൻ ലാൽ ഈ അതിരപ്പള്ളിയിൽ വരുന്നത്. ഒരു പന്നി വാഹനം ഇടിച്ച് കാട്ടിനുള്ളിൽ, ഈ കാടിന്റെ സൈഡ്, റോഡിന്റെ സൈഡിലുള്ള കാട്ടിലേക്ക് കിടക്കുന്നു. ആ സ്ഥലത്തേക്ക് റൂബിൻ ലാൽ എത്തുന്നു. അതിരപ്പള്ളി സ്ഥിരം വന്യജീവി ഭീഷണിയുള്ള സ്ഥലമാണ്. വന്യജീവികളുടെ ശല്യം കാരണം ആളുകൾക്ക് പൊറുതിമുട്ടുന്ന സ്ഥലമാണ്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ പോലീസോ ഈ മേഖലയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നാൽ തിരിഞ്ഞുപോലും നോക്കാറില്ല. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ ഇവിടുത്തെ ആദിവാസികളും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളും വിളിക്കാറുള്ളത്. ഈ വാർത്തയൊന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഉറക്കപ്പായിലാണ് ഈ റൂബിൻ ലാൽ ഇറങ്ങി ചെല്ലുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ചെല്ലുമ്പോഴാണ് അവിടെ ബീറ്റ് ഓഫീസർ ജാക്സൺ നിൽക്കുന്നത്. ഈ വനം വകുപ്പിലെ ബീറ്റ് ഓഫീസറാണ് ജാക്സൺ നിൽക്കുന്നത്. വീഡിയോ എടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇവർക്ക് സുഖമായി കിടന്നുറങ്ങിയിരുന്ന, ഈ മഴയത്ത് സുഖമായി കിടന്നു
കിടന്നുറങ്ങിയിരുന്ന ജാക്സൺ അടക്കമുള്ളവർക്ക് ഇറങ്ങി വരേണ്ടി വന്നു. ഈ പന്നിയുടെ ശവശരീരം അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. വെളുപ്പാങ്കാലത്തിറങ്ങി പണിയെടുക്കേണ്ടി വന്നു. അതൊന്ന്. മുൻപ് ഇവിടെ ആന ഇറങ്ങി വലിയ ശല്യമുണ്ടായ മേഖലയാണ് ഇവിടം. ഈ ആന ഇറങ്ങുന്ന സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല. രാത്രി കാലങ്ങളിൽ ആന ഇറങ്ങും, വീടുകൾക്ക് നാശമുണ്ടാക്കും, കൃഷിനാശമുണ്ടാക്കും, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കും. ആ സമയത്ത് വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്താൽ ഫോൺ എടുക്കില്ല ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ആ ഘട്ടത്തിൽ പിന്നെ അവർ വിളിക്കുന്നത് മാധ്യമപ്രവർത്തകരെയാണ്, റൂബിൻ ലാലിനെയാണ്. ഈ മേഖലയിലെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് റൂബിൻ ലാൽ ഇത് നിരവധി തവണ അതിരപ്പള്ളിയിലെ ഈ വന്യജീവി ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആദിവാസികൾ, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ദേഷ്യം, അതിന്റെ പക വനംവകുപ്പിനുണ്ടായിരുന്നു. പല തവണ റൂബിൻ ലാലിനെ അവർ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അവർ റൂബിൻ ലാലിനെ വ്യാജ പരാതി നൽകിയപ്പോൾ ശ്രീകാന്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അത് തടയുന്നു, മർദ്ദിക്കുന്നു, ഒപ്പം തന്നെ ഇതിൽ നിന്ന് ഇവിടുന്ന് പോകണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. എന്താണ് യഥാർത്ഥ സംഭവം എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാണ്. അതായത് ഒരു കാട്ടുപന്നിയെ വാഹനം ഇടിച്ചത് പരിക്കേറ്റ ഉണ്ടാവുന്നു. ആ വാർത്ത, ആ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്യാൻ റൂബിൻ അവിടെ ചെല്ലുന്നു. ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു. വനം മന്ത്രി ആ വിഷയത്തിൽ ഇടപെടുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് വനമന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ മന്ത്രി ഇടപെട്ടൊരു കേസിലാണ് വനംവകുപ്പിന്റെ ഈ രീതിയിലുള്ള ഒരു പുതിയ ഒത്തുകളി ഉണ്ടായിരുന്നത്. പോലീസുമായി ചേർന്നുകൊണ്ട് ഒരു പരാതി നൽകുന്നു. അതിൽ വ്യാജ പരാതിയാണെന്ന് വ്യക്തവുമാണ് ഈ ഘട്ടത്തിൽ. അതിൽ പോലീസിന്റെ ഏറ്റവും പെട്ടെന്നുള്ളൊരു ക്വിക്ക് ആക്ഷൻ ഉണ്ടാവുന്നു. ഒരു വലിയ പിടികിട്ടാപ്പുള്ളിയെ പിടിക്കുന്നത് പോലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് സംഭവിച്ചത്. ഇതല്ലേ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഇന്നലെ? പ്രജൻ, ഇതിലൊരു കാര്യമുള്ളത്, ഈ ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അവരുടെ പണിയെടുത്താൽ മാധ്യമപ്രവർത്തകർക്ക്, റൂബിൻ ലാലിനൊന്നും തന്നെ ഈ അതിരപ്പള്ളിയിലെ വനമേഖലയിലേക്ക് വന്ന് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല. അവർ ഇവിടെ വരുന്നത് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ വിഷമങ്ങൾ, അവരുടെ ദുരിതങ്ങൾ പറയാനാണ്. ഈ വനമുദ്യോഗസ്ഥരെ അത് കൃത്യമായി ചെയ്താൽ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യവുമില്ല. തന്റെ ജോലി ചെയ്യാനാണ് ഇന്നലെ റൂബിൻ ലാൽ വന്നത്. അതിനിടയ്ക്ക് ജാക്സൺ, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ജാക്സൺ റൂബിൻ ലാലിനെ പിടിച്ച് തള്ളി. ഒന്നാമത്തെ കാര്യം അതാണ്. വീഡിയോ നീ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസഭ്യം പറയുന്നുണ്ട്. നീ വനമേഖലയിലേക്ക് കയറരുതെന്ന് പറയുന്നു. ആ ഓഡിയോയിൽ തന്നെ കേൾക്കാം, ഞാൻ വനമേഖലയിലല്ല, ഞാൻ PWD റോഡിലാണ് നിൽക്കുന്നത് എന്ന് റൂബിൻ ലാൽ അപ്പോൾ തന്നെ മറുപടിയും കൊടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ റൂബിൻ ലാലിനെതിരെ ഒരു വ്യാജ പരാതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനിടയിൽ ഈ രാവിലെ ഇതേപോലെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ മന്ത്രിയുമായി ബന്ധപ്പെട്ടു. മന്ത്രി നമുക്ക് പ്രതികരണവും തന്നു. ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി എടുക്കും എന്ന് മന്ത്രി തന്നെ പറയുന്നു. ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വനം വകുപ്പ് മന്ത്രിക്ക്, സംസ്ഥാനത്തെ വനം വകുപ്പ് മന്ത്രിക്ക് പുല്ലുവില നൽകി ഒരു ബീറ്റ് ഓഫീസർ വ്യാജ പരാതി നൽകുകയാണ് പോലീസ് സ്റ്റേഷനിൽ. തന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് മറ്റൊരു പരാതി നൽകുന്നത്. ഒരു പരാതി കിട്ടിയാൽ അത് പരിശോധിച്ച ശേഷമാണ് FIR ഇടേണ്ടതും അതിൽ കേസെടുക്കേണ്ടതും. പക്ഷേ ഇവിടെ ആൻഡ്രിക്ക് ചെയ്തത്, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ CI ആൻഡ്രിക്ക് ചെയ്തത്, ഒരു പരാതി ഒരു പേപ്പറിൽ കിട്ടി, രാത്രി കയറി അറസ്റ്റ് ചെയ്യുക, ഇവിടേക്ക് കൊണ്ടുവരിക എന്ന രീതിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി ഈ വനവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മധ്യമേഖല CCF ആണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനിരുന്നത്. അങ്ങനെ തനിക്ക് ആ റിപ്പോർട്ട് എതിരാകുമോ എന്നൊരു ഭയം ഈ വ്യക്തിക്കുണ്ടായിരുന്നു, ഈ ജാക്സൺ ഉണ്ടായിരുന്നു, വനം വകുപ്പിന്റെ ബീറ്റ് ഓഫീസർ ജാക്സൺ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഗൂഢാലോചന തുടങ്ങുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ റിപ്പോർട്ട് തനിക്കെതിരായി ജോലി പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു ബുദ്ധി വേണം. അതിന് ആദ്യം തന്നെ പരാതി നൽകുക, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു പരാതി നൽകുക, അസഭ്യം പറഞ്ഞു എന്ന് പരാതി നൽകുക, അടിക്കാൻ പിടിച്ചു എന്ന് പരാതി നൽകുക. അപ്പോൾ പിന്നെ കൗണ്ടർ കേസായി. അതോടുകൂടി ഒത്തുതീർപ്പാകും, ഈ പരാതി ആ വഴിക്ക് പോവുകയും ചെയ്യും. ഇതായിരുന്നു അവരുടെ ഗൂഢാലോചന. അതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO ആയ ആൻഡ്രിക്കും ഒത്തുചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ റൂബിൻ ലാലിന്റെ അറസ്റ്റ് നടന്നിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ അതിരപ്പള്ളി മേഖലയിലെ ആദിവാസികളുടെ ക്ഷേമത്തിനും
പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങൾക്കും അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ് റൂബിൻ ലാലിന്റെ പിതാവ്. ആ കുടുംബം ഒന്നാകെ തന്നെ ഈ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളവർ കൂടിയാണ്. കേവലം തീർച്ചയായിട്ടും ശ്രീകാന്ത് തുടരുക. അപ്പോൾ വ്യക്തമാണ് കുറെ കാലങ്ങളായി തങ്ങളുടെ കണ്ണിലെ കരടായ ഒരാൾക്കെതിരെ വ്യാജമായ ഒരു പരാതി ഉണ്ടാക്കുക, അതിൽ അയാളെ കുടുക്കുക, അറസ്റ്റ് ചെയ്യുക, ഇതായിരുന്നു വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ നീക്കം. അതിൽ രണ്ടുപേരും ഒരുപോലെ ഒത്തുകളിക്കുന്നു, ആ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു.